എനിക്ക് ഭയങ്കര ക്ഷീണാടോ. നല്ല എടുക്കാൻ തോന്നുന്നു. ആണേ ഭയങ്കര ക്ഷീണം. വെയിലിന്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു. ഈ നാണിയേച്ചി സരസ്വച്ചിയില്ല എടുത്തോമോ? അവരാടിയെടെങ്കിൽ ഇരുന്ന് കിസ പറയുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാടോ കുറച്ചു നേരം. ഇവിടെ ഇരിക്കുക. എല്ലാ സ്ഥലത്തും വെയിലല്ലേ. ആരോ വരുന്നുണ്ട്. മേറ്റങ്ങാനാന്ന് തോന്നുന്നു. എന്തോ ഒച്ച വെക്കുന്നുണ്ട്. എണീറ്റ കാണുന്നില്ല. അത് കമലേച്ചിന്റെ പെണ്ണെന്നാന്ന് കേട്ടാ. ആ പെണ്ണൊന്നല്ലേ? അതേ അമ്മാന്ന്. ഈ അലക്കിന്റെ പേരും പറഞ്ഞ് ജാനുവച്ചിന്റെ തേങ്ങ തെച്ചാള് അത് എടുത്തിട്ട് എന്നിട്ട് നമ്മളെ പോലെ ആൾക്കാർ പറയും ഉള്ള തേങ്ങ ഒത്തെടുക്കുന്ന തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളും ഈ എടുക്കുന്ന കൂട്ടറൊന്നും അറിയുന്നില്ല, ഒന്നുമില്ല. നമ്മള് കണ്ടില്ല കേട്ടാ നീ തേങ്ങയെല്ലാം എടുക്കുന്നേ. ആരും ഒന്നും അറിയുന്നില്ല അവളെ വിചാരം. ചേച്ചി ഞാൻ തേങ്ങ എടുത്തിയൊന്നുമില്ല. ആടെ വീണേരം കണ്ടാലും ഞാൻ എടുത്തതാ ചേച്ചി. ആ തേങ്ങ ഒന്നും ഒരു കറി അരക്കാൻ വരെ ഇല്ല വീട്ടില്. അതുകൊണ്ട് എടുത്തതാ ചേച്ചി. നിങ്ങൾ ആരോട് പറയറേ? എന്നാലും മറ്റുള്ളവരെ സാധനം എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഇങ്ങനെ എടുക്കുന്നൊന്നും ശരിയല്ല അല്ലേ? നമ്മളെങ്ങനാണെങ്കിൽ എടുക്കുവാ? നീ എടുക്കുവാ? തേങ്ങ പറിക്കാൻ വരെ ഇപ്പൊ ആളെ കിട്ടുന്നില്ല. എന്നാ തേങ്ങക്കെല്ലാം വില. എന്നാലും എടുക്കുവാ? ഇല്ല ഇങ്ങനെ എവിടെയെങ്കിലും വീണ് എടുക്കുന്നേ. എന്റെ ചേച്ചി നിങ്ങൾ ആരോട് ഇത് പറയറേ? ഇനി എല്ലാരും അറിഞ്ഞിട്ട് എന്റെ തലേ കേറും. നിങ്ങളിത് ആരോടും പറയറേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ തേങ്ങ തിരിച്ചു തരാം. ഇപ്പൊ ആരോടും പറയാനൊന്നും പോകുന്നില്ലപ്പ. പക്ഷെ ഇനി ഇങ്ങനെ ആരതൊന്നും എടുക്കാൻ നിക്കരുതേ. എന്നാ ചേച്ചി ഞാൻ പോട്ടെ. നിങ്ങൾ ആരോടും പറയറേ ഞാൻ ഈ തേങ്ങ എടുത്തേ. നമ്മൾ ആരോടും പറയുന്നൊന്നുമില്ല. നീ ആരോട് പറയറേ? ഞാൻ ആരോടും പറയാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ പണി ചെയ്യാനായില്ല. 4 മണി മാറ്റാനായി. ഇന്ന് ഭയങ്കര ക്ഷീണ പണിയെടുത്തോണ്ട്. നമുക്ക് കാലെല്ലാം മേനെടുക്കുന്നു. നിങ്ങളെ സാധനം എടുത്തിട്ട് വന്നാട്ടെ. വേഗം പോവാലോ നമുക്ക്. ഓ അതെയാ? വെള്ളം കോരി ഞാനിട്ട് എനിക്ക് 4 വാഴ ഞാനിവിടെ നട്ടിട്ടുണ്ട് കണ്ടത്തില്. വെള്ളം കോരാൻ വേണ്ടിട്ട്. എല്ലാം ആരാന്റെ തേങ്ങ എടുക്കുന്നത് നല്ല ശീല. നല്ല ശീലമൊന്നുമല്ല. ഓള് പിന്നെ പാലിൽ കിട്ടിയല്ലേ. ഞാൻ പ്രായമായതല്ലേ. ഓള് അരക്കാൻ തേങ്ങയില്ലേ? നിങ്ങൾക്ക് തേച്ചക്കാരൻ തേങ്ങയുണ്ട് വീട്ടില്. ഹലോ, ഉപദേശിക്കുമ്പോ താൻ ചെയ്യുന്നതും കൂടി നോക്കണം കേട്ടാ. നല്ലതാണോ ചീത്തയാണോന്ന്. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റൂ.